Hello everyone, welcome to the course on Electrical Drives Control for Automation. We are discussing Module 4. In Module 4, today we are entering to no load and block rotor test of three-phase induction motor. No load test of three-phase induction motor. നമ്മൾ no load and block rotor test ആണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്നത് no load test of three-phase induction motor. Okay. No load test, it is used to determine the no load power factor, no load power, no load current, അതുകൂടാതെ no load resistance and no load reactance. Okay, no load power എന്ന് പറയുമ്പോൾ it is represented by W0, current I0, power factor cos phi0, load resistance R0 and reactance X0. Also അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Windage and friction losses and no load iron loss and no load കോപ്പർ ലോസ്. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ടെസ്റ്റ് നടത്തുന്നത്? നോ ലോഡ് ടെസ്റ്റ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നടത്തുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിന്റെ SCOC ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്ത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നോ ലോഡ് ടെസ്റ്റ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കേസിൽ മോട്ടോർ നമ്മൾ ഏത് കണ്ടീഷനിലാണ് റൺ ചെയ്യിപ്പിക്കുന്നത്? നോ ലോഡ് കണ്ടീഷനിലാണ് റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കതിന്റെ സർക്യൂട്ട് സെറ്റപ്പ് നോക്കാം. ഓക്കെ, ഒരു ത്രീ ഫേസ് സപ്ലൈ ഞാൻ എന്ത് ചെയ്യുന്നു? ത്രൂ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റേറ്റർ വൈൻഡിങ് ക്യാൻ ബി സ്റ്റാർ ഓർ ഡെൽറ്റ കണക്റ്റഡ്. ഓക്കെ, എന്നിട്ട് ഈ ഓട്ടോ ട്രാൻസ്ഫോമറിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? മെഷീനെ ഞാൻ നോ ലോഡിൽ റൺ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, എങ്ങനെ? റേറ്റഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യിപ്പിക്കും. ഓക്കെ, എന്നിട്ട് ഈ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് എല്ലാം എനിക്ക് നോട്ട് ചെയ്യാൻ പറ്റും. വോൾട്ട് മീറ്ററിൽ കാണിക്കുന്നതാണ് റേറ്റഡ് വോൾട്ടേജ് അല്ലെങ്കിൽ നോ ലോഡ് വോൾട്ടേജ്. പിന്നെ അതുകൂടാതെ കറണ്ട് ഇവിടെ I0 കാണിക്കും. W0 എന്ന് പറയുന്നത് ഈ രണ്ട് വാട്ട് മീറ്റർ റീഡിംഗ് ആയിരിക്കും. ഓക്കെ, രണ്ട് വാട്ട് മീറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്, W1 ആൻഡ് W2. ഓക്കെ, രണ്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നോ ലോഡ് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദ ടോട്ടൽ പവർ അറ്റ് നോ ലോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് 2 വാട്ട് മീറ്റർ റീഡിങ്സ്, W1 ആൻഡ് W2 എന്ന് പറയാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട് മീറ്റർ റീഡിംഗ് നോ ലോഡ് ടെസ്റ്റ് ദാറ്റ് റെപ്രസെന്റ് നോ ലോഡ് ലോസസ്. ഏതൊക്കെയാണ് നോ ലോഡ് ലോസുകൾ? കോർ ലോസും ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസും. അതിൽ കോർ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. അതുകൊണ്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇവിടെ കോപ്പർ ലോസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? കറണ്ട് ഡ്രോൺ ബൈ ദ വൈൻഡിങ് എന്ന് പറയുന്നത് സ്മോൾ ആണ്. അതുകൊണ്ട് നമുക്ക് കോപ്പർ ലോസിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻസ് പറഞ്ഞാൽ ഇൻപുട്ട് പവർ W0 എന്താണ്? √3 V0 I0 cos phi0 ആണ്. സോ അതിനകത്ത് എനിക്ക് എന്ത് കിട്ടും? നോ ലോഡ് പവർ ഫാക്ടർ കിട്ടും. cos phi0 ഈസ് ഈക്വൽ ടു W0 ഡിവൈഡഡ് ബൈ √3 V0 I0 എന്ന് കിട്ടും. ഓക്കെ, മാഗ്നറ്റൈസിംഗ് കമ്പോണന്റ് ഓഫ് കറന്റ് I mu ഈസ് ഈക്വൽ ടു I0 sin phi0 ആൻഡ് അയൺ ലോസ് കമ്പോണന്റ് ഓഫ് കറന്റ് IW ഈസ് ഈക്വൽ ടു I0 cos phi0. Also, the magnetizing reactance X0 is equal to V1 by I mu and iron loss resistance R0 is equal to V1 by IW എന്നും എഴുതാൻ പറ്റും. Okay. Also, we can say that no load in the case, speed of the motor എന്ന് പറഞ്ഞ് it is very close to synchronous speed. So, practical purpose നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലിപ്പ് ആ മോട്ടറിന്റെ കേസിൽ നമുക്ക് എന്തെടുക്കാം? നോ ലോഡിന്റെ കേസിൽ 0 ആയിട്ട് എടുക്കാം. അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ ഇക്വാലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പം നമുക്കൊരു ലോഡ് റെസിസ്റ്റൻസ് RL കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. Therefore, rotor circuit effectively behaves as an open circuit. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയാം എപ്പോഴും ആ ഇക്വാലന്റ് സർക്യൂട്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ കൂടെ ക്ലിയർ ആയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ഫ്രിക്ഷൻ ആൻഡ് വിൻഡേജ് ലോസസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് യു ഹാവ് ടു ഡ്രോ എ കർവ് ബിറ്റ്വീൻ ഇൻപുട്ട് പവർ ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, ആ കർവ് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ആ കർവ് നമ്മൾ എന്ത് ചെയ്യണം? Y ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന രീതിക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക ഡോട്ട് ഇട്ടിട്ട്. ഓക്കെ, എന്നിട്ട് A എന്ന് പറഞ്ഞ പോയിന്റിൽ മീറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? വിൻഡേജ് ആൻഡ് ഫ്രിക്ഷൻ ലോസസ് എന്ന് പറയുന്നത്. So we can say that windage and friction losses can be obtained from this curve. Okay.
Next, we can go to block rotor test or of three-phase induction motor. Okay, this test is also known as short circuit test. Okay, ട്രാൻസ്ഫോമറിന്റെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്? ടു ഡിറ്റർമിൻ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ISC വിത്ത് നോർമൽ വോൾട്ടേജ് അപ്ലൈഡ് ടു സ്റ്റേറ്റർ. ഓക്കെ, അതുകൂടാതെ പവർ ഫാക്ടർ cos 5SC ഓൺ ഷോർട്ട് സർക്യൂട്ട്. Then total leakage reactance X01 with respect to primary and total resistance R01 with respect to primary. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ബ്ലോക്ക് റോട്ടർ ടെസ്റ്റ് ഓഫ് ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ടെസ്റ്റിൽ സ്ക്വിറൽ ഗേജ് മോട്ടോർ ആണെങ്കിൽ ഓക്കെ, അതിന്റെ റോട്ടർ എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, സോ ദാറ്റ് ഇറ്റ് കനോട്ട് മൂവ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ റോട്ടർ വൈൻഡിങ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ത്രൂ സ്ലിപ്പ് റിംഗ്. ഓക്കെ, ഓൾറെഡി പറഞ്ഞതുപോലെ ദിസ് ടെസ്റ്റ് ഈസ് ഇക്വാലന്റ് ടു ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ഓഫ് ട്രാൻസ്ഫോമർ. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു സ്മോൾ വോൾട്ടേജ് അപ്ലൈഡ് ടു ദ സ്റ്റേറ്റർ ടെർമിനൽസ് ആൻഡ് സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ഫുൾ ലോഡ് കറന്റ് ഓവ്സ് ദ സ്റ്റേറ്റർ. ഓക്കെ, ആസ് ഐ സെഡ് ഏർലിയർ, ദ റോട്ടർ ഓഫ് ദ മെഷീൻ ഈസ് കെപ്റ്റ് മെക്കാനിക്കലി ബ്ലോക്ക്ഡ്. എന്നിട്ട് എന്ത് ചെയ്യും? ത്രീ ഫേസ് സപ്ലൈ ഈസ് സ്വിച്ച്ഡ് ഓൺ. ദെൻ റോട്ടർ എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഈസ് സിമിലർ ടു ട്രാൻസ്ഫോമർ വിത്ത് സെക്കൻഡറി വൈൻഡിങ് ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ് സപ്ലൈ കൊടുക്കുന്നത്. സോ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റേറ്റഡ് കറണ്ട് എന്ത് ചെയ്യുന്നു? മെയ്ഡ് ടു ഫ്ലോ ത്രൂ ദ സ്റ്റേറ്റർ വൈൻഡിങ് എന്ന് പറയാം. ഓക്കെ, വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ഓഫ് വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, വാട്ട് മീറ്റർ റീഡിംഗ് എന്ന് പറയുന്നത് വിൽ ബി ഫുൾ ലോഡ് കോപ്പർ ലോസ്. എന്തുകൊണ്ടായിരിക്കും? റോട്ടർ റൊട്ടേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് 0 ആണ്. സോ മെക്കാനിക്കൽ ലോസസ് ഒന്നുമില്ല. അപ്ലൈഡ് വോൾട്ടേജ് ഓൾറെഡി സ്മോളും ആണ്. സോ കോർ ലോസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഉണ്ടാകുന്നത് കോപ്പർ ലോസ് ആയിരിക്കും. ഓക്കെ, സോ ഈ കേസിൽ നമ്മളൊരു കർവ് ഡ്രോൺ ചെയ്തു. ഏതൊക്കെ തമ്മിൽ? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വോൾട്ടേജും തമ്മിൽ ഒരു കർവ് വരച്ചാൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി എ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. If Vs, Is and Ws be the voltmeter, ammeter and wattmeter reading under this block rotor test, we can say that total power input on short circuit എന്ന് പറയുന്നത് √3 Vs Is cos 5s ആയിരിക്കും. അതിൽ നിന്നും എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? cos 5sന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെ? Ws ഡിവൈഡഡ് ബൈ √3 Vs Is. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത സെയിം നോ ലോഡിന്റെ കേസിൽ ചെയ്ത സെയിം റിലേഷൻഷിപ്പ് അനുസരിച്ച്. ഓക്കെ, പിന്നെ അത് കൂടാതെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആൻഡ് അപ്ലൈ വോൾട്ടേജ് തമ്മിലുള്ള കർവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഫോർ എ വോൾട്ടേജ് Vs, എന്താണ് ആ വോൾട്ടേജ്? ദാറ്റ് അപ്ലൈഡ് ടു ദ സ്റ്റേറ്റർ. ഓക്കെ, ആ കേസിലുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്ന് പറയുന്നത് Is ആണ്. ഓക്കെ, ഈ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V ആണ്. ആ V എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ദ സ്റ്റേറ്റർ. ഓക്കെ, ദെൻ ഷോർട്ട് സർക്യൂട്ട് കറന്റ് വുഡ് ബി IS എന്ന് ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്താൽ എനിക്ക് പറയാം. കാരണം ആദ്യത്തെ കേസിൽ വോൾട്ടേജ് VSന്റെ കേസിലുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റ് IS ആണ്. സോ നമുക്ക് എന്ത് പറയാം? IS ഈസ് പ്രൊപ്പോർഷണൽ ടു VS എന്ന് പറയാം. ഓക്കെ, രണ്ടാമത് ഞാൻ എന്ത് ചെയ്തു? റേറ്റഡ് വോൾട്ടേജ് V അപ്ലൈ ചെയ്യുന്നു. ആ സമയത്തുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റ് ISN എന്ന് ഞാൻ വിളിച്ചു അതിനെ. സോ ISN ഏതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? V1ന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. V1 അല്ല, Vക്ക് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ IS ഈസ് പ്രൊപ്പോർഷണൽ ടു VS, then ISN is proportional to V1. ഓക്കെ, ഇനി അതിന്റെ റേഷ്യോ എടുത്ത് നോക്കി നിങ്ങൾ. IS by ISN, സോറി അങ്ങനെയല്ല, ISN by IS എന്നുള്ള റേഷ്യോ എടുത്ത് നോക്കിയേ. ISN by IS is equal to V by VS എന്ന് കിട്ടും. ഓക്കെ, അതിനകത്ത് നിന്ന് ISNന്റെ ഇക്വേഷൻ എഴുതിയാൽ ISN is equal to IS into V by VS എന്ന് കിട്ടും. ഇതിൽ ISN എന്താണ്? ഇറ്റ് ഈസ് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് വിത്ത് നോർമൽ വോൾട്ടേജ് V. ഓക്കെ, ഇൻപുട്ട് പവർ ഓൺ ഷോർട്ട് സർക്യൂട്ട് ഞാൻ നേരത്തെ പറഞ്ഞു WS is equal to √3 Vs Is cos 5s എന്നാണ്. അതിനകത്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? cos 5sന്റെ വാല്യൂ കണ്ടുപിടിക്കാം. WS ഡിവൈഡ് ബൈ √3 Vs Is എന്നാണ്. ഓക്കെ, കോർ ലോസ് WC എന്ന് റെപ്രസെന്റ് ചെയ്താൽ ടോട്ടൽ കോപ്പർ ലോസ് എന്താണ്? കോപ്പർ ലോസ് ഈസ് ഈക്വൽ ടു WS. ഓക്കെ, ഇൻപുട്ട് പവറിൽ നിന്നും ഈ കോർ ലോസ് കുറയ്ക്കേണ്ടി വരും. WC കുറയ്ക്കാം. സോ 3 IS² R01 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ തൊട്ട് മുകളിൽ എഴുതിയ ഈ ഇക്വേഷൻ ഇല്ലേ നമ്മുടെ,
ഇതിനകത്തുനിന്ന് R01ന്റെ വാല്യൂ എഴുതുവാണെങ്കിൽ എന്ത് കിട്ടും? ഈ WS മൈനസ് WC ഈസ് ഈക്വൽ ടു 3IS സ്ക്വയർ R01 എന്ന് R01ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും എനിക്ക്? ദാറ്റ് ഇസ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് പെർ ഫേസ് റെഫേർഡ് ടു സ്റ്റേറ്റർ ഈസ് ഈക്വൽ ടു R01 ഈസ് ഈക്വൽ ടു WS മൈനസ് WC ഡിവൈഡഡ് ബൈ 3IS സ്ക്വയർ എന്നായിരിക്കും. ഓക്കെ, ഇക്വാലന്റ് ഇംപെഡൻസ് പെർ ഫേസ് റെഫേർഡ് ടു സ്റ്റേറ്റർ ആണെങ്കിലോ, ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പെർ ഫേസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഡിവൈഡ് ബൈ √3 ചെയ്യണം. സോ VS ബൈ √3 ഡിവൈഡഡ് ബൈ IS എന്നായിരിക്കും. VS ബൈ √3 ഡിവൈഡ് ബൈ IS ആണ് എന്ത് കിട്ടുന്നത്? Z01ന്റെ വാല്യൂ. സോ Z01ന്റെ വാല്യൂ കിട്ടി, R01ന്റെ വാല്യൂ കിട്ടി. അതായത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് പെർ ഫേസ് കിട്ടി, ഇക്വാലന്റ് ഇംപെഡൻസ് പെർ ഫേസ് കിട്ടി. So we can find equivalent reactance per phase referred to stator. X01 is equal to square root of Z01 square minus R01 square. Okay. So നമ്മൾ ഇന്ന് പഠിച്ചത് 3-phase ഇൻഡക്ഷൻ മോട്ടോറിന്റെ നോ ലോഡ് ടെസ്റ്റ് ആൻഡ് ബ്ലോക്ക് റോട്ടർ ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.